നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനലിസ്റ്റ് എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഫൈനൽ തീരുമാനം വന്നിട്ടില്ലല്ലോ. ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ ആ ഒരു മീറ്റിങ്ങിൽ കോൺമബോളും യുവേഫയും തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഫൈനലിസിമക്ക് 19 ദിവസങ്ങളാണുള്ളത്. 27-ാം തീയതിയാണ് കളിയെങ്കിൽ ഇന്ന് മാർച്ച് 8. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ കോൺഫ്ലിക്റ്റ് സോണിൽ കളിക്കില്ല എന്ന നിലപാടിലാണ് സ്പാനിഷ് താരങ്ങൾ. അർജൻറ്റീനയ്ക്കെതിരെയുള്ള ഫൈനലിസിമ യുദ്ധമുള്ള ഒരു സ്ഥലത്ത് പോയി കളിക്കാൻ തയ്യാറല്ല. കാരണം അത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ നിലപാട് ഇപ്പോൾ കൃത്യമായിട്ട് സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ AFE, അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ ഇൻ എസ്പാനിയ, അപ്പോൾ സ്പാനിഷ് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഡിസഗ്രിമെൻ്റ് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് തന്നെ അറിയിക്കുന്നു. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കളി നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അത് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഫൈനൽ തീരുമാനമൊന്നും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, AFE പറയുന്നത്, സ്പാനിഷ് ഫുട്ബോളേഴ്സിൻ്റെ അസോസിയേഷൻ പറയുന്നത്, തീർച്ചയായിട്ടും അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് അത് ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ കളിക്കാൻ പറ്റില്ല. താരങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് കൊളീഗ്സിൻ്റെയും ഒക്കെ ജീവൻ റിസ്കിലാക്കുന്ന തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല, അവിടെ പോയി കളിക്കാൻ പറ്റില്ല എന്ന് തന്നെ നിലപാടെടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, നേരത്തെയും ഇതേ രൂപത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കോൺഫ്ലിക്റ്റ് ഉള്ള സോണിൽ അവർ കളിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സോ ഇതിലിനി എന്താണ് ഫൈനൽ ഡിസിഷൻ എന്നുള്ളതാണ് കണ്ടിരുന്നത്. ഫൈനൽ ഡിസിഷൻ പറയേണ്ടത് യുവേഫയും അതുപോലെ തന്നെ കോൺമെബോളുമാണ്. ഇപ്പോൾ വെറും 19 ദിവസം മാത്രം കളിക്ക് ബാക്കി നിൽക്കെ, ടീമുകൾ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ, ഈ വെന്യൂ ഇപ്പോഴും തീരുമാനമാവാത്തതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വെന്യൂ മാറ്റാൻ തയ്യാറാവാത്തത് ഒരു കൊമേഴ്ഷ്യൽ എഗ്രിമെൻ്റ് ഓൾറെഡി ഖത്തറുമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മാറിയാൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാകും യുവേഫക്കും അതുപോലെ കോൺമെബോളിനും ഒക്കെ. അതുകൊണ്ട് ആ പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വെന്യൂ മാറ്റാത്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ദി വേൾഡ് വി ലൈവ് ഇൻ ടുഡേ, ദി മണി ഈസ് ബീയിങ് പ്രയോറിറ്റൈസ്ഡ് ഓവർ പ്ലെയേഴ്സ് സേഫ്റ്റി. ഇതാണ് ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. പണത്തിന് പ്രാധാന്യം, താരങ്ങളുടെ സേഫ്റ്റിയേക്കാൾ കൂടുതൽ പണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. വെറും കുറഞ്ഞ ദിവസങ്ങൾ മാത്രം കളിക്ക് ബാക്കി നിൽക്കെ, 19 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, ടീം പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഈ കളി എവിടെയാണ് എന്ന് തീരുമാനിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം കൊമേഴ്ഷ്യൽ എഗ്രിമെൻ്റാണ്. ദി മണി ഈസ് ബീയിങ് പ്രയോറിറ്റൈസ്ഡ് ഓവർ ദി സേഫ്റ്റി ഓഫ് പ്ലെയേഴ്സ് ആൻഡ് ഫാൻസ്. ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ആർക്കും എതിർപ്പൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേഡിയമാണ്. അർജൻറ്റീനക്കാരൊക്കെ ആണെങ്കിൽ അവിടെ സ്പെഷ്യൽ മെമ്മറീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ സോണിൽ വാറുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയക്കുന്ന ഘട്ടം, അതുപോലെ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഘട്ടം, അപ്പോൾ അവിടെ നിന്ന് കളി മാറ്റാൻ തയ്യാറാവാത്തത് താരങ്ങളുടെ സേഫ്റ്റിക്ക് ഒരു വിലയും കൊടുക്കാത്തതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ നിരീക്ഷണം. എന്തായാലും യൂറോപ്പിൽ പല സ്റ്റേഡിയങ്ങൾ അവൈലബിൾ ആണ്. സ്റ്റേഡിയോ ഒളിമ്പിക്കോ, അതായത് റോമിലെ സ്റ്റേഡിയം അവൈലബിൾ ആണ് ഈ മത്സരത്തിന്. പക്ഷേ എന്നിട്ടും അങ്ങോട്ടേക്ക് ഇതുവരെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല. അപ്പോഴാണ് ഈ AFEയുടെ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രാധാന്യമുള്ളത്. ഒരു കാരണവശാലും കോൺഫ്ലിക്റ്റ് സോണിൽ കളിക്കില്ല എന്ന് തന്നെ സ്പാനിഷ് ഫുട്ബോൾ പ്ലെയേഴ്സ് തീരുമാനമെടുക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.